എസ് കെ ഒന്നും പറയണ്ട. ഇവിടെ വേലയുടെ നാടാണ് പാലക്കാട്. ഒരുപാട് വേലകളുണ്ട്, രാഷ്ട്രീയ വേലകളും കുറവല്ല. അങ്ങനെ പാലക്കാടിൽ നെന്മാറയിൽ വന്നപ്പോ പ്രേക്ഷകരോട് വേല ഇറക്കരുത്, അവര് സൂചിക്കത്തില്ല. ഓക്കെ, പറയൂ. തീർച്ചയായിട്ടും എസ് കെ ഒരു സസ്പെൻസ് ഉണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്. കുറെ നേരമായിട്ട് എസ് കെനോട് ഒരു ഹായ് പറയണം എന്ന് പറഞ്ഞ് രണ്ടുപേർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആദ്യം അവരിലേക്ക് പോയ ശേഷം ഞാൻ മറ്റു വിശേഷങ്ങൾ പറയാം. ചേച്ചി നമസ്കാരം. കുറെ നേരമായിട്ട് നിൽക്കുന്നു. എസ് കെ അവിടെ കാണുന്നുണ്ട് നിങ്ങളെ. അപ്പോ ഡയറക്ടർ ഹായ് പറഞ്ഞു. ഹായ് എസ് കെ, ഞങ്ങള് ഒരു ചാനലാണ് 24. എസ് കെന്റെ അടുത്ത് ഒരു ഹായ് പറയണമെന്നുണ്ടായിരുന്നു. ഒരു ബിഗ് ഹായ്. ഓ സന്തോഷം, താങ്ക് യു. ഹായ് ഹായ്. എസ് കെ കാണുന്നുണ്ട്. വളരെ സന്തോഷം. നമ്മൾ എപ്പോഴെങ്കിലും നേരിട്ട് കാണും. ഹായ് പറഞ്ഞു. നമ്മളൊരു ഹായ് നേരിട്ട് അങ്ങ് പറയും. യെസ്. എസ് കെ പറയും നേരിട്ട് കാണും. അപ്പൊ നമുക്ക് നേരിട്ട് ഹായ് പറയാന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ വോട്ടിന്റെ കാര്യം പറഞ്ഞില്ല. ഇലക്ഷൻ ആണ്. എവിടെയാ വോട്ട്? ഞങ്ങൾക്ക് ആലത്തൂരാണ്. അപ്പൊ വോട്ട് ചെയ്യല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ എന്നാ നെന്മാറയുടെ വിശേഷം ഒന്ന് പറഞ്ഞിട്ടാ. ഓക്കെ, കാണാം. അപ്പൊ എസ് കെ പറഞ്ഞതുപോലെ നെന്മാറ നമുക്കറിയാം. നെന്മാറ വേല ഈ പറയുന്നത് പോലെ വേൾഡ് ഫേമസ് ആണ്. അപ്പൊ ആ വേലയൊക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു വെടിക്കെട്ടും ഈ പകൽ വേലയൊക്കെ. ഞാനിങ്ങനെ പാലക്കാട് ജില്ലയിലൂടെ വിവിധ മണ്ഡലങ്ങളിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അവസാനം നെന്മാറയിലെത്തി. അപ്പോൾ ഇപ്പോഴും ഇവിടുത്തെ ആ വേലയുടെ ആഘോഷത്തിന്റെ ആ ഒരു വൈബ് ഒട്ടും കുറഞ്ഞിട്ടില്ല. നമുക്ക് എന്താണ് നെന്മാറയിലെ ജനങ്ങൾ പറയുന്നത് എന്ന് ഒന്ന് വിശദമായി കാണാം. അതിനു മുമ്പ് എനിക്കൊപ്പം ഷാരിഖ് നവാസ് കൂടെ ചെയ്തു. ഷാരിഖെ, നമുക്ക് ജനങ്ങളുടെയൊക്കെ പൾസ് അറിയണം. അതിനു മുമ്പ് എന്താണ് നിലവിലെ ഇത്തവണത്തെ മത്സരസ്ഥിതി? ആരൊക്കെയാണ് മത്സര രംഗത്തുള്ളത്? എന്തെങ്കിലും മാറ്റം? എന്നും ഇടതിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് നെന്മാറ. ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമോ? 2008 ഈ പുനർനിർണയം നടത്തുന്ന ഈ മണ്ഡലം. അതിനു മുൻപ് കൊല്ലങ്കോട് മണ്ഡലമായിരുന്നു. കൊല്ലങ്കോട് മണ്ഡലമായിരുന്ന മാത്രമാണ് ഈ മണ്ഡലം UDF തുണച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ 2008 ശേഷം 2011 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ അതുമുതൽ ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സിറ്റിംഗ് MLA കെ ബാബുവാണ് ഇപ്പോൾ മത്സരിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മത്സരരംഗത്തേക്ക് കെ ബാബുയുടെ അനുയായും അതുപോലെ തന്നെ നെന്മാറയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ പ്രേമനാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. DCC പ്രസിഡന്റായിട്ടുള്ള A തങ്കപ്പനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ, അതായത് 2021 ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്, നെന്മാറ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത് CMPന്റെ സ്ഥാനാർത്ഥിയായി CN വിജയകൃഷ്ണനാണ്. പക്ഷേ ഇപ്പോൾ ഈ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്തു. അവിടെ A തങ്കപ്പൻ മത്സരിക്കുന്നു. കൈപ്പത്തി ചിഹ്നം വരുന്നു. അത്തരത്തിൽ കോൺഗ്രസ് ഈ സീറ്റ് തിരിച്ചെടുക്കാനുള്ള എല്ലാവിധ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ നീക്കം നടത്തുന്നുണ്ട്.